സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നിലമ്പൂർ നഗരസഭയിലെ 11ാം ഡിവിഷനായ മുമ്മുള്ളിയിൽ ഇക്കുറി വോട്ടർമാർ ഏറെ കൺഫ്യൂഷനിലാണ്. ആരെ കൊള്ളും ആരെ തള്ളും എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല. ഈ ഡിവിഷനിൽ വോട്ട് ചോദിച്ചെത്തുന്നത് 8 സ്ഥാനാർത്ഥികളാണ്. നിലമ്പൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മുമ്മുള്ളി ഡിവിഷനിലാണ്. മുമ്മുള്ളിയിൽ വോട്ട് ചോദിച്ച് വീടുകളിൽ എത്തുന്നത് 8 സ്ഥാനാർത്ഥികളാണ്. പ്രധാന മുന്നണികളായ LDF-നും UDF-നും വിമതന്മാരുമുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് സജീവമാണ്. SDPIക്കും തൃണമൂൽ കോൺഗ്രസിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുമുണ്ട്. വാർഡിൽ നിലവിലുള്ളത് 999 വോട്ടുകളാണ്. ഇത് 8 പേർക്കായി വീതം വയ്ക്കുമ്പോൾ ആര് ജയിക്കും എന്നത് ഏറെ നിർണായകമാകും. മുമ്മുള്ളി ഡിവിഷനിൽ LDF-ലെ രജനിയാണ് നിലവിലെ കൗൺസിലർ. ഇതിനു മുൻപ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിച്ച PV ഹംസയാണ് ഇവിടെ നിന്നും വിജയിച്ചത്. വിമത സ്ഥാനാർത്ഥികൾ വിജയസാധ്യതയെ ബാധിക്കില്ലെന്നാണ് LDF സ്ഥാനാർത്ഥി റിഷാദ് കാഞ്ഞിരംപാറയും UDF സ്ഥാനാർത്ഥി ഷൗക്കത്ത് അലി കുമഞ്ചേരിയും പറയുന്നത്. ഈ പ്രദേശത്ത് ഞാൻ വന്നിറങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം ഇവിടെയുള്ള കൗൺസിലർ സഖാവ് രചന ചെയ്ത വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ ഈ പ്രദേശത്തെ ആളുകളോട് സംവദിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ വികസനങ്ങൾ മുന്നിൽ കണ്ട് വോട്ട് ചെയ്യുന്ന പ്രബുദ്ധരായ വോട്ടർമാരാണ് എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഇവിടെ ഒരു പ്രതീക്ഷയിലല്ല വിജയിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ തന്നെയാണ് ഈ മത്സരത്തെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വോട്ടർമാരുടെ മുന്നിലേക്ക് വെക്കുന്ന വാഗ്ദാനം നിലവിലെ കൗൺസിലർ ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വികസനങ്ങൾ പൂർണ്ണമാണ്. ഇവിടെയുള്ള ആശുപത്രി, ഇവിടെ ഓരോ മേഖലയിലും റോഡുകളാണെങ്കിലും ലൈറ്റുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്. ഇനി വളരെ റീടാറിങ് പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, 1-2 ചെറിയ റോഡുകൾ, ചെറിയ പ്രശ്നങ്ങൾ. അപ്പം അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ആളുകളിൽ ഞങ്ങൾ സംവദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, വ്യക്തിഗത ഗുണഭോക്താക്കൾ കിട്ടുന്ന കാര്യങ്ങളാണെങ്കിലും പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ചെയ്യാൻ കഴിയും. പേര് ഷൗക്കത്ത് അലി എന്ന നാണിക്കുട്ടി. ഞാൻ മുമ്മുള്ളി വാർഡ് 11ാം ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുമ്മുള്ളി വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വീടുകൾ നന്നാക്കുവാനും അതുപോലെ തന്നെ കുടിവെള്ള വിഷയം ഏറ്റവും രൂക്ഷമായിരിക്കുന്നൊരു വാർഡുമാണ് മുമ്മുള്ളി വാർഡ്. അതുപോലെ തന്നെ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് ക്ലബ്ബ്, അതുപോലെ തന്നെ ചാലി പ്രദേശത്ത് ടൂറിസം മേഖല, ഇതൊക്കെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. ഇവിടുത്തെ റോഡുകളും അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളും അതൊക്കെ നന്നാക്കുക. ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലൊരു കുട്ടി പറയുന്നത് ചുമർപ്പാമ്പുകൾ എൻ്റെ നോട്ട് പുസ്തകത്തിലേക്ക് ചാടിയിട്ട് എനിക്ക് പഠിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പഠിക്കാൻ സാധിക്കുന്നില്ല, പേടിയാണ് എനിക്ക് രാത്രി പഠിക്കാനുള്ളതല്ല. ആ വിഷയത്തിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകുക. ഇവിടുത്തെ ഓടിട്ട വീടുകൾ നന്നാക്കിയെടുത്ത് വാർപ്പിൻ്റെ വീടുകളാക്കുക. കുട്ടികളെ നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു സംഭവം ഇവിടെ തന്നെ ട്യൂഷൻ കൊടുത്തുകൊണ്ട് പഠിക്കണതെല്ലാം നല്ല നിലയിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് പഠിക്കുവാനുള്ളൊരു സൗകര്യവും അതുപോലെ തന്നെ ടൂറിസം മേഖലയും കായികപരമായിട്ട് ഉയർച്ചയും അതുപോലെ തന്നെ ഈ വീടുകളും റോഡുകളും നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്നാൽ വിജയം ഉറപ്പെന്നാണ് ലീഗ് വിമത സ്ഥാനാർത്ഥി കബീർ മഠത്തിലും CPI വിമതൻ ഫൈസൽ ചിറക്കലും പറയുന്നത്. പൊടി പൊടിക്കാണ്. ഇവിടെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള ഒരു വാർഡാണ് മുമ്മുള്ളി 11ാം ഡിവിഷൻ. അതായത് നിലമ്പൂരിൽ അറിയപ്പെട്ട ഒരു ഡിവിഷനാണ്. ഇവിടെയാണ് ശരിക്കും നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ റോട്ടിലൊക്കെ ബോർഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ബോർഡ് വെക്കാൻ സ്ഥലമല്ല ഇപ്പോൾ. അങ്ങനത്തെ കണ്ടീഷനായി. വീടുകളൊക്കെ നല്ല ഇതുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല നമ്മളെ കാണുന്നത്. 10 കൊല്ലമായിട്ട് കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. മറ്റുള്ളവരൊക്കെ വരുത്തന്മാരെന്നാണ് പറയുന്നത്. അവർ ഒരു കാര്യം പറഞ്ഞത് 5 കൊല്ലം LDF-നെയും 5 കൊല്ലം UDF-നെയും പരീക്ഷിച്ചാണ്, ഇനി ആ പരീക്ഷത്തിന് ഞങ്ങളില്ല എന്നുള്ളതാണ് ഒരുവിധം വോട്ടർമാരൊക്കെ പറഞ്ഞത്. അനുകൂല നിലപാടാണ്. അതിന് ഈ അനുകൂല നിലപാട് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ നോമിനേഷൻ കൊടുക്കാൻ തന്നെ കാരണം ജനങ്ങൾ ആവശ്യപ്രകാരം കൊടുക്കാം. മുമ്മുള്ളി 11ാം ഡിവിഷനിൽ മുമ്മുള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫൈസൽ എന്ന എൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ഞാൻ നിന്ന പാർട്ടിയോടുമെല്ലാം ആവശ്യപ്പെട്ടിരുന്നത്
ഏതൊരാളായിരുന്നാലും നമ്മുടെ മുമ്മുള്ളി വാർഡിലെ ഒരു പ്രാദേശിക ആളുകളായാൽ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുകളും ഞാൻ ചെയ്യുമെന്ന് അവരോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആരും തന്നെ അത് ചെവി കൊണ്ടില്ല. എല്ലാം അവിടെ ദൂരെ നിന്നും ആളുകളെ എടുത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കറിയാം, ഇവിടെ മത്സരിച്ച് പോയ UDFിൻ്റെ സ്ഥാനാർത്ഥിയും LDFിൻ്റെ സ്ഥാനാർത്ഥിയും എല്ലാം ഇവിടെ എന്തു ചെയ്തു, ഈ നാടിനോടുള്ള പ്രതിബദ്ധത എത്രയായിരുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ ഈ നാട്ടുകാർക്കറിയാം. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഞാൻ അവരോട് വിനയപരം ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ അത് ഞാൻ നിൽക്കുന്ന എൻ്റെ പ്രസ്ഥാനം അതിന് ചെവികൊണ്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ 10-30 വർഷക്കാലം മുമ്മുള്ളിയും ഈ ചാലിയും ഈ വല്ലപ്പുഴയും ഒക്കെ ഉള്ള ഈ പ്രദേശത്ത് ഓരോ മനുഷ്യൻ്റെ മനസ്സ് തൊട്ടറിയുന്ന, അല്ലെങ്കിൽ എന്നെ പേര് വിളിക്കാനും എനിക്ക് പേര് വിളിക്കാനും കഴിയുന്ന എൻ്റെ പ്രദേശവാസികളിൽ ഒരാളായി എന്നെ നിർത്തണം എന്ന് എൻ്റെ നാട് ആവശ്യപ്പെട്ടു. ആ ആവശ്യാർത്ഥമാണ് ഞാൻ ഈ മുമ്മുള്ളിയിൽ മത്സരിക്കാനുള്ള കാരണമുണ്ടായത്. എല്ലാ പാർട്ടിയും അതിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിക്കാരും എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെയുണ്ട്. അവർ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ സജീവമാണ്. തീർച്ചയായും ഈ മുമ്മുള്ളി വാർഡിൽ നമ്മൾ വിജയിക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇക്കുറി മുമ്മുള്ളിയിൽ NDAക്ക് അനുകൂലമായി വോട്ടർമാർ വിധിയെഴുതുമെന്ന് BJP സ്ഥാനാർത്ഥി അനൂപ് കൈപ്പഞ്ചേരിയും പറയുന്നു. നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി 11ാം ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. മുമ്മുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം ഗ്രാമമാണ് മുമ്മുള്ളി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ വീടുകളിലേക്കും നമുക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു സാധ്യത അത് കൂടുതൽ തന്നെയാണ്. ഇടതും വലതും ശക്തികൾ മാറി മാറി ഭരിച്ച ഒരു ഏരിയയാണ് എൻ്റെ 11ാം ഡിവിഷനായിട്ടുള്ള മുമ്മുള്ളി. അന്ധമായ രാഷ്ട്രീയ വിരോധമുള്ള ആളുകളൊന്നും അവിടെ നിലവിലില്ല. മുമ്മുള്ളിയുടെ വികസന പ്രവർത്തനങ്ങളും മുമ്മുള്ളി എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ ഒരു കൂട്ടായ്മയും നിലനിർത്തി പോരുന്ന ആളുകൾ മാത്രമാണ് മുമ്മുള്ളിയിലുള്ളത്. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. എൻ്റെ നാട്ടിലുള്ള എൻ്റെ നാട്ടുകാർ അവരെൻ്റെ പുറകെ ഉണ്ടാവും എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ചിദ്രശക്തികൾക്കൊന്നും തന്നെ മുമ്മുള്ളിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ട് മുമ്മുള്ളിയുടെ ഒരു പ്രതിനിധിയായി തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. തൃണമൂൽ കോൺഗ്രസ് ഇക്കുറി മുമ്മുള്ളിയിൽ വിജയിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയും പറഞ്ഞു. തൃണമൂൽ 11ാം വാർഡ് മുമ്മുള്ളിയിൽ മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് പിന്തുണക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 11ാം വാർഡിൽ മത്സരിക്കുന്ന ആളാണ് ഷാജഹാൻ പാത്തിപ്പാറ. അവിടുത്തെ ഞങ്ങളിപ്പോൾ 3 റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ അവിടുന്ന് ബോധ്യമായത് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ വികസന മുരടിപ്പ് അവിടെ തുറന്നടിച്ച് പൊതുജനം പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയം സുരക്ഷിതമാണ്. എന്തെന്നാൽ അവിടെ കഴിഞ്ഞ ഭരണം അതിൻ്റെ മുന്നത്തെ ഭരണം വളരെ മോശമാണെന്നുള്ളത് പൊതുജനം വിലയിരുത്തിയിട്ടുണ്ട്. ഇനി അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പൊതുജനം വിലയിരുത്തുന്നതും അത് തൃണമൂലിലൂടെ അവിടെ വിജയം സാധ്യമാവുന്ന തന്നെയാണ് പറയാനുള്ളത്. SDPI പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷബീറും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണനും വോട്ട് തേടുന്ന തിരക്കിൽ തന്നെയാണ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. പിന്നെ മുമ്മുള്ളി 11ാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ചിഹ്നം കസേരയാണ്. മത്സരിക്കാനാണ് ഒരു പ്രതിഷേധമാണ്. കാരണം ഇത്രയും വർഷമായിട്ട് ഏകദേശം 1000-ഓളം വോട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നല്ലൊരു വാർഡാണ് മുമ്മുള്ളി. ഇതുവരെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല നാട്ടിലുള്ള. അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് അവിടെ സ്ഥാനാർത്ഥിയെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് അതിനൊരു പ്രതിഷേധമായിട്ടാണ് ഞാനതിൽ നിൽക്കാൻ കാരണം. മുമ്മുള്ളി ഡിവിഷനിലെ വീടുകൾ കയറിയിറങ്ങുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലെ വർധനവും മുന്നണികൾക്ക് ഭീഷണി ഉയർത്തുന്ന വിമതരുമെല്ലാം മുമ്മുള്ളിയിലെ വോട്ടർമാർക്ക് കൺഫ്യൂഷൻ കൂട്ടുകയാണ്. നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇതിനകം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. A+ വിഷൻ, നിലമ്പൂർ.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.